ഷാനവാസിനെ വിശ്വാസ വഞ്ചകനെന്ന് വിളിച്ചിരിക്കുകയാണ് അനീഷ്. നീ എന്നോട് വിശ്വാസ വഞ്ചന കാണിച്ചു, നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു, നിന്റെ ഫ്രണ്ട്ഷിപ്പ് വഞ്ചനയായിരുന്നു എന്നൊക്കെ പറയാണ് നമ്മുടെ അനീഷ്. ഇവിടെ ആദിലയും നൂറയും തമ്മിലൊരു സൗന്ദര്യ പിണക്കം ഉണ്ടാവുന്നുണ്ട്. അത് മാത്രമല്ല, വീട്ടിലേക്ക് 2 അതിഥികൾ വന്നു. പക്ഷെ അതിഥികളെ കണ്ടപ്പോൾ ഒരാൾക്ക് മൂഡ് പോയി. അതായത് ഒരാൾക്ക് എന്താണ് ഒരു ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയി. ആർക്കായിരുന്നു? എപ്പിസോഡ് റിവ്യൂമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അതുപോലെ ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനും നടന്നിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ വന്ന് കമന്റ് ചെയ്യുക. നേരെ എപ്പിസോഡിന്റെ റിവ്യൂലോട്ട് പോകാം. കാരണം നോർമൽ ഫ്രൈഡേ എപ്പിസോഡാണ്. മെയിൻലി ഉണ്ടാവുന്നത് ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനാണ്. അല്ലറ ചില്ലറ സംഭവങ്ങൾ വേറെ നടന്നു, അത്ര തന്നെ. അപ്പം നമുക്ക് റിവ്യൂലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മുടെ നൂറയ്ക്ക് മെഡിസിനുമായിട്ട് വരികയാണ് നമ്മുടെ അനീഷ്. അപ്പം ഈ നൂറയ്ക്ക് മെഡിസിൻ ഉണ്ട്. അപ്പൊ അത് കൊടുക്കുന്ന എല്ലാ ദിവസം കൊടുക്കുന്ന അനീഷാണ്. അപ്പം നൂറ ഈ അനീഷിനോട് പറയാണ്, എനിക്ക് നിങ്ങൾ മെഡിസിൻ എനിക്ക് എടുത്ത് തരണ്ട. അതും പറഞ്ഞിട്ട് അവിടെ അനീഷ് നൂറയും തമ്മിലൊരു വഴക്കുണ്ടാവുന്നുണ്ട്. എന്നെ ഒരു ബ്രദറായിട്ട് കാണണമെന്നല്ല നൂറ പറഞ്ഞത്, ഞാനല്ലേ എന്നും മെഡിസിൻ എടുത്ത് തരുന്നതെന്നൊക്കെ പറഞ്ഞ് അനീഷ് അവിടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അനീഷും നൂറയും തമ്മിൽ സംസാരം ഉണ്ടാവുന്നുണ്ട്. ഇതിനുശേഷം ആദിലയും അനീഷും തമ്മിലൊരു ബഹളം ഉണ്ടാവുന്നുണ്ട്. ഷാനവാസ് ചോദിക്കാൻ വരുന്നുണ്ട്. അവർ തമ്മിൽ ഭയങ്കര ഒരു ബഹളം ഉണ്ടാവുന്നുണ്ട്. ആദില മാക്സിമം അനീഷിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ സംസാരം നടക്കുന്നുണ്ട്. അനീഷും ആദിലയും തമ്മിലൊരു സംസാരം അവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം എന്തോന്നാണ്, ഷാനവാസും അനീഷും തമ്മിൽ സംസാരം നടക്കുന്നുണ്ട്. അതായത് അനീഷിന്റെ കോയിൻ ഉണ്ടല്ലോ, ചോക്ലേറ്റിന്റെ കോയിൻ, അത് ഷാനവാസിന്റെ കയ്യിലല്ലേ. അപ്പൊ ഷാനവാസും അനീഷും തമ്മിലൊരു വാക്ക് തർക്കം അവിടെ ഉണ്ടാവുന്നുണ്ട്. നീ എന്നെ വഞ്ചിച്ചു, നീ ഇന്നലെ ക്യാമറയെ നോക്കി സങ്കടം പറഞ്ഞിട്ടില്ല, നല്ല ഫ്രണ്ട് ഇങ്ങനെയല്ല ചെയ്യണെന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ടില്ല. അതുപോലെ അത് ഷാനവാസിനെ മുഖത്ത് നോക്കി പറയണം, നീ എന്നെ വഞ്ചിച്ചു, നീ വിശ്വാസ വഞ്ചന എന്നോട് കാണിച്ചു എന്ന് പറയണം. എടാ സിമ്പിൾ, ഒരു കോയിന്റെ പേരിലാണ്. അതായത് എനിക്ക് തോന്നുന്നു അനീഷ് ഭയങ്കര സെൻസിറ്റീവ് ആയി കാണും. കാരണം എന്താന്ന് വെച്ചാൽ അനീഷിന് ആദ്യമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു സമ്മാനമാണ്, ഒരു അപ്രീസിയേഷൻ ആണ്. അപ്പം അത് ഇങ്ങനെ കാണാതായപ്പം അനീഷിന് സങ്കടമായി. അതിന്റെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ കോയിൻ കൊടുക്കാത്തതിന്റെ പേരിൽ വിശ്വാസ വഞ്ചകൻ, ചതി എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. എന്താന്ന് വെച്ചാൽ സംഭവം ഉള്ള കാര്യം പറഞ്ഞ ഷാനവാസിയുടെ അനീഷിനെ പിന്നീട് കുത്താൻ തന്നെയാണ് നോക്കുന്നത്. അത് വേറെ കാര്യം. അനീഷിനെ വെച്ച് ഗെയിം കളിച്ച് മുന്നേറാൻ തന്നെയാണ് ഷാനവാസ് നോക്കുന്നത്. കാരണം ഈ കോംബോ ഹിറ്റ് ആണെന്ന് ഇവർക്ക് 2 പേർക്കും അറിയാം. ഷാനവാസിനും അറിയാം, അനീഷിനും അറിയാം. ഈ കോംബോ ഹിറ്റ് ആണെന്ന് ഇവർക്ക് 2 പേർക്കും അറിയാം. അങ്ങനെ ഇവര് ഷാനവാസും അനീഷും തമ്മിൽ ഭയങ്കര സംസാരം ഉണ്ടാവുന്നുണ്ട്. വിശ്വാസ വഞ്ചന കാണിച്ചു, ഫ്രണ്ട്ഷിപ്പ് കോംബോ കാണിച്ചു. അപ്പൊ ഷാനവാസ് ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഗെയിം കളിച്ച് നടക്കാൻ പറ്റുമോ, എപ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ണും ഫാക്ടറും ഒക്കെ വേണ്ടേന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി ചെയ്തതാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പൊ അനീഷിന് ഇതൊന്നും തൃപ്തി പോരാ. മാക്സിമം ഷാനവാസിനെ കുറ്റം പറയുകയൊക്കെ ചെയ്യാണ് അനീഷ്. വിശ്വാസ വഞ്ചകൻ എന്നൊക്കെ വിളിക്കുകയാണ്. ഇതിനിടയ്ക്ക് പ്രാന്തെടുത്ത ലക്ഷ്മി പറയുന്നുണ്ട്, ഒന്ന് നിർത്തോ, 2 പേരും ഇറങ്ങി പോവോ, അനീഷ് ഒന്ന് പോയ, ഇയാളെ കുറെ നേരെ കോയിൻ എന്ന് പറഞ്ഞ് നടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ കിടന്ന് സംസാരിക്കുന്നുണ്ട്. ഇതിനുശേഷം ഷാനവാസിന് സൈഡ് ഷാനവാസ് ഇവിടെ കോയിൻ തിരിച്ചു കൊടുക്കുകയാണ്. ഈ ഷാനവാസ് തിരിച്ച കോയിൻ കൊടുക്കുമ്പോൾ അനീഷിന്റെ മുഖമൊക്കെ പെട്ടെന്ന് വിടർന്ന് വന്ന് ഒരു ഭയങ്കര സന്തോഷം അനീഷിന്റെ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അനീഷിന് കോയിൻ കിട്ടിയതോടെ അനീഷിന് സമാധാനമായി. കോയിൻ കിട്ടിയതോടെ അനീഷിന് ഭയങ്കര സമാധാനമായി. ഇതെന്തായാലും ആരെണ്ണം ചോദിക്കും, ചിലപ്പോൾ സൺഡേ എപ്പിസോഡിനെല്ലാം ചോദിക്കുമായിരിക്കും. അങ്ങനെ ഷാനവാസ് മിണ്ടാതിരിക്കുകയാണ് അനീഷിന്റെ അടുത്ത്. ഇതിനുശേഷം നമ്മുടെ ഒരു ഫാൻ പോൾ കോൺടെസ്റ്റില്, അതായത് ഹോട്ട്സ്റ്റാറിലെ ഫാൻ കോൺടെസ്റ്റില് അനീഷിനെ സെലക്ട് ചെയ്തു. അതായത് ഒരു കുട്ടിയായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞ് അനീഷിനെ എല്ലാവരെയും കൂടെ സെലക്ട് ചെയ്തു. നമ്മൾ പ്രേക്ഷകർ സെലക്ട് ചെയ്തല്ലോ. അപ്പം അതിന്റെ ബേസിൽ അനീഷിനെ അവിടെ ഒരുക്കുകയാണ് നെവിനും നമ്മുടെ പേരെന്താ അബിയും കൂടെ ഒരുക്കുകയാണ്. ഇതിനിടയ്ക്ക് ആദിലേക്ക് ഒരു മനമാറ്റം വന്നു. കാരണം ഇയാൾ പുറത്ത് വലിയ ട്രെൻഡിങ് ആണെന്ന്, കാരണം എല്ലാവരും സെലക്ട് ചെയ്ത് അനീഷിനെ കാണുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് എല്ലാ ആഴ്ചയിലും ഇതുപോലെ ഫാൻസ് ഓരോരുടെ പേര് അനുമോളെ വന്നപ്പോൾ എല്ലാവരും അനുമോളെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. പിന്നെ നെവിനെ വന്നപ്പോൾ നെവിനെ പൊക്കിക്കൊണ്ട് നടന്നു. അതുപോലെ ഇതിലും എന്ത് ചെയ്യാണ്, ഇവർക്ക് ആദിലേക്ക് നൂറയ്ക്ക് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്യാ, ഈ നെവിനും അബിയും കൂടെ ഒരുക്കുകയാണ്. ഇതിനിടയ്ക്ക് മാക്സിമം ഇതിനിടയ്ക്ക് അക്ബർ കണക്കിന് ഇത്തിരി ഇറിറ്റേറ്റ് ഒരു ട്രിഗർ ചെയ്യുന്നുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ അനീഷിന് ഇത് ഇഷ്ടമല്ല. അനീഷിന് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത്, പൊട്ടു കുർത്തുന്നത് അനീഷിന് ഇഷ്ടമല്ല. അന്ന് ഷോബ് ഒരുക്കിയപ്പോൾ പോലും അനീഷിന് അത് ഇഷ്ടമായിട്ടില്ല. അതിനാണ് ആ സമരം കുത്തിയിരുന്ന് സമരമൊക്കെ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ.
അപ്പൊ അങ്ങനെ എന്താണ് അനീഷിന് അവിടെ, അനീഷാണെങ്കിൽ സത്യം പറഞ്ഞാൽ അനീഷിന് ഒരു കുട്ടിയായിട്ട് അഭിനയിക്കാൻ താല്പര്യം, അനീഷായിട്ട് തന്നെയാണ് നിന്നത്. കുട്ടിയായിട്ട് അഭിനയിക്കാനൊക്കെ നോക്കിയതും ഉള്ള കാര്യം തുറന്നു പറയുകയാണെങ്കിൽ ഭയങ്കര ക്രിഞ്ചായിരുന്നു. അത്ര നന്നായിട്ട് അഭിനയിച്ചൊന്നുമില്ല. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞല്ലോ, നെവിനെ സെലക്ട് ചെയ്താൽ പിന്നെയും ഭേദമായിരുന്നു. നെവിൻ നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു സീരിയസ്ലി. കാരണം നെവിൻ അതിനെക്കാട്ടും നന്നായിട്ട് നെവിൻ അവിടെ അനീഷിനോട് ആക്ട് ചെയ്തു. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നു. നെവിൻ പിന്നെ നന്നായിട്ട് അവിടെ ആക്ട് ചെയ്തു. ആ ഒരു ടാസ്കിന്റെ ഇടയിൽ, അതായത് ഈ അനീഷ് കുട്ടിയായിട്ട് അഭിനയിക്കണം എന്ന് അനീഷിനാണ് കൊടുത്തെങ്കിലും അവിടെ സ്കോർ ചെയ്ത നെവിനാണ്. നെവിൻ നന്നായിട്ട് ടാസ്ക്, നെവിൻ അവിടെ നെവിന്റെ ടാസ്ക് ഇല്ലാതെ നെവിൻ എന്നെ കൂടെ നെവിൻ നന്നായിട്ട് സ്കോർ ചെയ്തു. ഇതിനിടയ്ക്ക് അക്ബർ ഇതിനിടയ്ക്ക് കണക്കിനൊക്കെ എന്താ ചെറിയ ചെറിയ കുത്തലൊക്കെ കൊടുക്കുന്നുണ്ട്, ഒന്ന് ട്രിഗർ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അനീഷ് ട്രിഗർ ആവുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇതിൽ കാണിച്ചില്ല, എപ്പിസോഡിൽ കാണിച്ചില്ല. നമ്മൾ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഇതിന് ശേഷം ആദിലയും നൂറയും തമ്മിൽ പിണക്കം. കാരണം നൂറ പറയാണ് ആദില ചെയ്യുന്നൊക്കെ റോങ് ആണെന്നൊക്കെ നൂറ പറയുന്നുണ്ട്. ആദിൽ അതിന് അഗെയിൻസ്റ്റ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാണ്, ആദിലയും നൂറയും തമ്മിൽ പിണക്കാണ്. ഞാൻ ബേബിയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നൊക്കെ ആദില പറയുന്നുണ്ട്. അങ്ങനെ അവര് തമ്മിൽ ചെറിയൊരു പിണക്കം ഉണ്ടാവുകയാണ് അവിടെ. അതൊന്നും വലിയ കാര്യമുള്ള കാര്യങ്ങളൊന്നും അല്ല, അതുകൊണ്ട് ചുമ്മാ മെൻഷൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇതിനുശേഷം അനീഷ് നമ്മുടെ ഷാനവാസ് ഫുഡ് കഴിക്കുന്ന നേരത്ത്, ഡൈനിങ്ങിൽ ഫുഡ് കഴിക്കുന്ന നേരത്ത് അനീഷ് എന്നിട്ട് സംസാരിക്കുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതായത് അനീഷ് ഷാനവാസിനായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി നോക്കുകയാണ്, മിങ്കിൾ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ ഷാനവാസ് അമ്പനും വില്ലിനെ അടുക്കുന്നില്ല. ഷാനവാസ് എന്താണ് പിണങ്ങി പോവാണ്. സംസാരിക്കുന്നുണ്ട് പക്ഷെ ഷാനവാസ് പിണങ്ങി പോവാണ്. അതെ, അവരിനി പിന്നെ മിണ്ടുന്നൊക്കെ ഉണ്ട്, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ആൻഡ് ഇതിനിടയ്ക്ക് ആദിലയും നൂറയും കൂടെ വെസലിന്റെ അവിടെ നിന്ന് ക്രിഞ്ച് ഫൈറ്റ്. അതായത് നൂറ പാത്രം കഴുകാൻ പോകുമ്പോൾ ആദില സമ്മതിക്കില്ല, ആദില കഴിവാന്ന് പറഞ്ഞ് സമ്മതിക്കില്ല. അതിലേക്ക് നൂറ കഴിവുന്ന, അതിനിടയ്ക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ ഒരു ക്രിഞ്ച് തന്നെയായിരുന്നു, ഈ പറയാതിരിക്കാൻ പറ്റൂല. കെട്ടിപ്പിടുത്തമൊക്കെ ആയിരുന്നു. എന്നിട്ട് തലേണ സൂത്രം എന്ന് പറഞ്ഞ ടാസ്ക് വരെയാണ്. ഇവിടെയാണ് നമ്മുടെ ഗസ്റ്റിന്റെ എൻട്രി. അതായത് നമ്മുടെ ഈ ഒരു ബിഗ് ബോസിന്റെ തന്നെ ഒരു ക്ലാസിക് ടാസ്ക് ആണ് ഈ തലേണ സൂത്രം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ സീസണിൽ വലിയ ഫൈറ്റ് ഒക്കെ ഉണ്ടായ ടാസ്ക് ആണ്. അതായത് ഈ മാക്സിമം ഒരു പന്നിയെല്ലാം സീസൺ 5 ഉണ്ടായിരുന്നു കേട്ടോ. മാക്സിമം ഒരു പന്നി കളക്ട് ചെയ്യുക. സീസൺ 5 ഏതൊക്കെ എല്ലാ സീസണിലും ഉണ്ടെന്ന് തോന്നുന്നു. മാക്സിമം പന്നി കളക്ട് ചെയ്ത് തലങ്ങാണി ഉണ്ടാക്കുന്ന, ഇവിടെ തിരുവനന്തപുരത്തൊക്കെ തലങ്ങാണി എന്നൊക്കെ പറയുന്നത്, അതാണ് തലങ്ങാണി എന്ന് പില്ലോ ഉണ്ടാക്കുന്ന ടാസ്ക് ആണ്. അപ്പൊ മാക്സിമം പില്ലോ ഉണ്ടാക്കി, ടീം വൈസ് ആണ്. അങ്ങനെ പില്ലോ ഉണ്ടാക്കി ആദ്യം എത്തുന്ന 5 ടീമിന് സമ്മാനമുണ്ട്. അങ്ങനെ ആദ്യം എത്തുന്നത് ഫസ്റ്റ് എത്തുന്ന അബിയാണ്. അത് കഴിഞ്ഞ് ലക്ഷ്മി, നെവിൻ, പിന്നെ ജിഷിൻ വരുന്നുണ്ട്, പിന്നെ വരുന്നത് ബിന്നി. ഇവർ ഇത്രയും പേര് വരാണ്. ഇവർ ഇത്രയും പേര് സ്റ്റോർ റൂമിന് മുമ്പിൽ വന്നു. സ്റ്റോർ റൂമിന് മുമ്പിൽ വന്നപ്പം ഇവർ ഇത്രയും പേര് സ്റ്റോർ റൂമിന് മുമ്പിൽ വന്നിരിക്കാണ്, ബാക്കി എല്ലാവരും വീട്ടിലേക്ക് വരാൻ പറയും. അങ്ങനെ ഒരു സ്റ്റോർ റൂം തുറന്ന് ഈ പില്ലോ വയ്ക്കാൻ പോകുമ്പോൾ 2 പേരിങ്ങനെ തലങ്ങാണി, ഹാപ്പി കപ്പിൾസ് എന്ന പേരെടുത്ത് തലങ്ങാണി പിടിച്ചിരിക്കുകയാണ്. വന്നത് ജീവയും സൂഫി എന്ന് പറഞ്ഞ പുതിയൊരു ആക്ട്രസ് ആയിരുന്നു. ജീവ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിലെ ജീംബൂമ്പ ഇല്ലേ, ആ ജീവയായിരുന്നു വന്നത്. ഇപ്പം ജീവ ഈ സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങി കണ്ടുകൊണ്ട് വരുന്ന അനുമോളിന്റെ മുഖം പെട്ടെന്ന് അങ്ങ് മാറി. അനുമോൾ ആദ്യം ജീവനെ മൈൻഡ് ചെയ്യുന്നില്ല. സംഭവം എന്താന്ന് വെച്ചാൽ ആ കേട്ടറിവ് എന്താന്ന് വെച്ചാൽ ഇവര് തമ്മിൽ എന്തോ പിണക്കമുണ്ട്, അനുമോളും ജീവയും. കാരണം ഇതിനുശേഷം അനുമോൾ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് മൈക്കൂലി വെച്ചിട്ട് അതിലൂടെ പറയുന്നുണ്ട്, എന്റെ ജീവിതം നശിപ്പിച്ച ആളാണ് വന്നേക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവർ തമ്മിൽ എന്തൊരു പ്രശ്നമുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ കുറെ ഓൺലൈൻ ചാനൽസ് ഒക്കെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തോ അവർ തമ്മിൽ എന്തോ പ്രശ്നമാണ്. അപ്പം ജീവ വന്നത് അനുമോൾക്ക് പിടിക്കുന്നില്ല. അപ്പം മുതൽ അനുമോൾ വലിച്ചു കെട്ടി വെച്ചോണ്ടിരിക്കുകയാണ് മുഖം. എന്തോന്നാണ് ഇത് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചിരിക്കുന്നുണ്ട് അനുമോള്. അപ്പം വന്നിട്ട് പറയണ ഹാപ്പി കപ്പിൾസ് ആണ്, ഞങ്ങൾ പുതിയ അഭിനയിക്കാൻ പോകുന്ന സീരിയലാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ട്രെയിലറൊക്കെ കാണിക്കുന്നുണ്ട്. അതിനെ കഥയൊക്കെ പറഞ്ഞിട്ട് ഇവർ പോവാണ്. അപ്പൊ പോകുന്നതിന്റെ പുറകെ അനുമോള് വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. അതിനെ ഷെയ്ക്കാൻ എടുക്കാൻ പോകുമ്പോൾ അനുമോൾ മാറാനിട്ട് അനുമോളെ വിളിച്ചിട്ട് ഹലോ എന്ന് വിളിച്ചിട്ട് ഒരു ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അനുമോള് ഇങ്ങനെ ചിരിച്ചിട്ട് ജീവിയെ പറഞ്ഞ് വിടുകയാണ്. വേറെ വലുതായിട്ട് മിണ്ടുന്നൊന്നുമില്ല. അവരെന്തോ തമ്മിലൊരു പേഴ്സണൽ ഇഷ്യൂ എന്തോ ഉണ്ട്, അവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം. കാരണം എല്ലാരും പറഞ്ഞിരുന്നത് ജീവ വൈൽഡ് കാർഡായിട്ട് വരുന്നു,
എന്താണ് ജീവ വന്നിട്ട് ഗെയിം കളിക്കാൻ വരുന്നു, വൈൽഡ് കാർഡായിട്ട് വരുന്നു, ചലഞ്ചറായിട്ട് വരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ട് നടന്നത്. പക്ഷെ ഒന്നുമല്ല. ഇനി വൈൽഡ് കാർഡ്, വൈൽഡ് കാർഡ് വന്നിട്ടുണ്ട്. ഈ ഹിന്ദിയിലൊക്കെ വൈൽഡ് കാർഡ് വന്ന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു വൈൽഡ് കാർഡ് വേണം വരാൻ, ഒരു ചലഞ്ചർ വേണം വരാൻ. ഇത് ഇവിടെ യാതൊന്നും ഏക്കൂല സീരിയസ്ലി. കാരണം ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ നമ്മുടെ ടോർച്ചർ ടാസ്ക് ഒക്കെ ഉണ്ട്. ടോർച്ചർ ടാസ്ക് ഒക്കെ വന്നാൽ ഇവിടെ കേരളം കത്തും. ഇങ്ങനെയാണ്. ഇപ്പൊ ഇന്നാളെ തന്നെ ഒരു FB ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ മലയാളം ബിഗ് ബോസിൽ വരുമോ, ഇതൊക്കെയാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് ആരോ ഒരാൾ പോസ്റ്റ് ഇടുന്ന, ചാണക വെള്ളം ഒഴിക്കുന്നതൊക്കെ. അതൊക്കെ ടാസ്ക് ഉണ്ട് ഹിന്ദിയിലൊക്കെ. ഇതിനേക്കാൾ അപ്പുറമാണ് പല കൺട്രീസിലെ വേറെ വേറെ ഭാഷകളിലൊക്കെ ഉള്ള ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നത്. അത് ഇതിന്റെ അപ്പുറമാണ്. അത് മലയാളം ബിഗ് ബോസ് ഇല്ല. കാരണം മലയാളം ബിഗ് ബോസ് നന്നായിട്ട് ഗെയിം കളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ജിസയിലൊക്കെ ഈ മലയാളം ബിഗ് ബോസ് ഈസിയാണ്. ഹിന്ദി ബിഗ് ബോസിൽ പോയിട്ട് 2 ദിവസം കിടന്ന അതിനെക്കാട്ടി അപ്പൊ തന്നെ പറയുന്നത്. അതാണ് ജിസയിൽ ഇത്ര നിൽക്കുന്നത്. ജിസയിൽ ഇത്രയും എക്സ്പോസ്ഡ് ആവാത്ത ജിസയിൽ നിൽക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ജിസയിൽ എനിക്ക് പേഴ്സണലി ജിസയിൽ ഒരു ഫേക്ക് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ജിസയിൽ ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഒന്നും ചെയ്യാൻ നിൽക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ജിസയിന് വോട്ട് കിട്ടും എന്നുള്ളൊരു ബേസാണ്. ജിസേലിന് അറിയാം മലയാളം ബിഗ് ബോസും ഹിന്ദി ബിഗ് ബോസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ജിസേലിന് നന്നായിട്ട് അറിയാം. അങ്ങനെ അത് പോവാണ്. ഇതിനുശേഷം ജയിൽ നോമിനേഷൻ വന്നു. ജയിൽ നോമിനേഷൻ കാണിക്കുന്നില്ല, പക്ഷെ ജയിൽ നോമിനേഷനിൽ 9 വോട്ട് വീതം കിട്ടി അനീഷും ആദിലും ജയിലിലേക്ക് പോവാണ്. എന്നിട്ട് സ്പോൺസർ ടാസ്ക് ഒന്ന് ബർജറിന്റെ, അതും പറയേണ്ട കാര്യം. പക്ഷെ ഇവര് രാവിലത്തെ ഒരു കാര്യം പറയുന്നത്, ജയിൽ നോമിനേഷനിൽ വന്ന ആദിലേനെയും അനീഷിനെയും രാവിലെ തന്നെ ജയിലിലാക്കുകയാണ് ബിഗ് ബോസ്. രാവിലെ നട്ടുച്ച സമയത്ത് തന്നെ, വെയിലുള്ള സമയത്ത് തന്നെ ബിഗ് ബോസ് ജയിലിലാക്കുകയാണ്. പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നു. എല്ലാവരും ക്യാപ്റ്റൻസി പറയുന്നത്. ക്യാപ്റ്റൻസിയിൽ കൂടുതൽ വന്ന പേര് ആര്യൻ, ആര്യൻ, സാബുമാൻ, പിന്നെ ബിന്നി, അക്ബർ, അനുമോള്, ലക്ഷ്മി, ഇത്രയും പേരുടെ പേരൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ബിന്നിക്കാണ്. ബിന്നിക്ക് അതിനുശേഷം ആര്യന് 6 വോട്ട് വന്നു. ഇതിനിടയ്ക്ക് 5 വോട്ട് വീതം 4 വോട്ട് വീതം നേടി അക്ബറിനും നമ്മുടെ പേരെന്താ സാബുമാനും സെയിം വന്നു. അങ്ങനെ അക്ബറിനെ എല്ലാരും കൂടെ സെലക്ട് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ അക്ബർ ഡിസേർവിങ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ആര്യൻ ഓൾറെഡി ക്യാപ്റ്റൻ ആയില്ല, ആര്യൻ ഡിസേർവിങ് ആണെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ, അക്ബർ അത്ര നല്ല പ്ലേ ഒന്നും കളിച്ചിട്ടില്ല. അക്ബർ ചുമ്മാ ബീൻഡായിന്റെ പുറത്ത് കിടന്നിട്ടുള്ള ഗെയിമായിരുന്നു. അതായത് നമ്മുടെ സീസൺ 6 നമ്മൾ അൻസിബ് കളിച്ച പോലെ, കട്ടിൽ ഗെയിം കളിച്ച പോലെ ഇത് ബീൻ ബാങ്കിങ് ഗ്രിപ്പായിരുന്നു അക്ബർ. അല്ലാതെ അക്ബർ ഒരു ഗെയിം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ടാസ്ക് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, പേഴ്സണലി കണ്ടിട്ടില്ല. പിന്നെ എന്തിന്റെ ബേസിൽ എല്ലാരും പറയുന്നത് അക്ബറിന് ഇത് മാറില്ല, മറ്റേ വിലക്ക് മാറിയതിന് പേരിൽ അവര് നോമിനേറ്റ് ചെയ്ത് വിട്ടതായിരിക്കാം. ആര്യനും അതുപോലെ തന്നെ. ആര്യൻ ഓൾറെഡി ക്യാപ്റ്റൻ ആയിട്ട് പൊട്ടി പാളീസായ ആളാണ് ആര്യൻ. ആര്യന്റെ ക്യാപ്റ്റൻസി മോശമായിരുന്നു. പിന്നെ എന്തിനാണ് വീണ്ടും ആര്യൻ നോമിനേറ്റ് ചെയ്തെന്ന് മനസ്സിലാവുന്നില്ല. ബിന്നി പോട്ടെ, ബിന്നി ഓൾറെഡി ക്യാപ്റ്റൻ ആയിട്ടില്ല. എന്തായാലും ബിന്നി ക്യാപ്റ്റൻസി മത്സരത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ ക്യാപ്റ്റൻ ആയിട്ടില്ല. അപ്പൊ ഇനി അതിനേക്കാൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് പറയാണ്. അപ്പം നമുക്ക് നോക്കാം ഇവരിൽ ആരാണ് ക്യാപ്റ്റൻ ആവുന്നത് നമുക്ക് നോക്കാം. ഒന്നെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്ക് ഈ നമ്മുടെ ലാലേടന്റെ എപ്പിസോഡിലുള്ള നടക്കാം, അല്ലെങ്കിൽ മൺഡേ എപ്പിസോഡിൽ നടക്കാം. അതിനുശേഷം ഇവർക്കുള്ള ജയിൽ ടാസ്ക് വരികയാണ്. ജയിൽ ടാസ്കില് മാല കോർക്കൽ, നമ്മുടെ സീസൺ 4 വലിയ കോലാഹലം ഉണ്ടാക്കിയ ഒരു ടാസ്ക് ആണ് മാല കോർക്കൽ. ഓർമ്മയുണ്ടോ? റിയാസും റോബിനും കൂടെ ജയിലിൽ കിടന്നുണ്ടാക്കിയ ബഹളോ, ലാലേട്ടൻ വന്നിട്ട് ഇവർക്ക് കൊടുത്ത പണിഷ്മെന്റ്, 4 ദിവസം ജയിലിൽ കിടന്ന് മാല ഉണ്ടാക്കാൻ കൊടുത്ത പണിഷ്മെന്റും ഒക്കെ. അങ്ങനെ ആ ടാസ്ക് ആണ് മാല കൊടുക്കുക. പക്ഷെ ഈ മാല കൊടുത്ത് അവസാനം രാത്രി ആയപ്പോഴേക്കും ഇവരെ നടു അങ്ങ് ഒടിഞ്ഞു. നല്ല നടുവേദന ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ മാല കോർത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒനീല് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള ടാസ്ക് ആണെന്നാണ്. പക്ഷെ ഇത് ഇത്തിരി പാടുള്ള ടാസ്ക് തന്നെയാണ്. കാരണം മാല ഇരുന്ന് ഇങ്ങനെ കോർത്തോണ്ടിരിക്കാം. ഒരു ഇട്ടിച്ച് മാല നിൽക്കുന്നില്ല. അതൊരു ട്രെയിൻ ഒരു പാമ്പ് കണക്കായിപ്പോയി. കാരണം ഇട്ടിച്ച് നിൽക്കില്ല, ഒരുപാട് മുത്തുണ്ട്. അത് ഇത്തിരി കോർത്തെടുക്കാൻ ഇത്തിരി പാടാണ്. അപ്പം ഇതിനുശേഷം ഒന്നുമില്ല. ആരും അനുമോളും തമ്മിലൊരു ടോക്കാണ്. എന്നിട്ട് ഒനീലും അഭിലാഷും തമ്മിൽ ജിസേലിനെ ആരെയും നോക്കി സംസാരിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. അപ്പൊ നാളെ ലാലേട്ടന്റെ എപ്പിസോഡാണ്. നാളെ പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല. ഈ ടാസ്കിന്റെ ഇത് എന്തായാലും ചോദിക്കും. കാരണം
ടാസ്കിന്റെ ഇതിൽ എന്തായാലും അനീഷിനെ പൊക്കും. കാരണം അനീഷാണ് ഈ ടാസ്ക് കൊളവാക്കാനുള്ള മെയിൻ ആൾ. അനീഷിനെ ഉറപ്പായിട്ട് പൊക്കും. അനീഷിന്റെ ഒരു ലൂപ്പ് ഹോളോ ഗെയിം ഒന്നും കാണുന്നില്ല. പക്ഷെ ഒരു ആര്യന് ഒരു കാര്യം പറയാം, ആര്യൻ നല്ല രീതിയിലൊരു ഗെയിം ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ആര്യൻ ഇപ്പം എന്താണ് ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു പയ്യനെ കണക്ക് ആര്യൻ ഇപ്പം ഒരു ഗെയിം കളിക്കുകയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നോക്കാം ഇനി ആരാണ് ഈ ആഴ്ച എവിക്റ്റ് ആവുന്നത്. ഈ ആഴ്ച എവിക്റ്റ് ആവുന്നവരെ പ്രഡിക്റ്റ് ചെയ്യുന്നവർക്ക് നമ്മുടെ ലാലേട്ടൻ മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് ഇട്ട ആ ഷർട്ട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും പോയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ, #കൂടി. അപ്പം നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന്. സോ ഇന്നത്തെ റിവ്യൂ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടൊന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. താങ്ക് യു.